ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 9-ാം അധ്യായം എൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞാൻ ആ വചനം ആവർത്തിച്ച് പറയുകയാണ്: പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ച കാലം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ വേളകളിൽ വരെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പറഞ്ഞു തീരാത്ത ദാനങ്ങളാണ്, പറഞ്ഞു തീരാത്ത നന്മകളാണ് നിങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ പാഴും ശൂന്യമായി കിടന്നിരുന്ന ഈ ഭൂമിയെ മനോഹരമായി വൃക്ഷലതാദികൾ കൊണ്ട് നിറച്ച് അലങ്കരിച്ച് ആമേൻ നമുക്ക് സൂര്യനെയും ആമേൻ രാത്രി വാഴുവാൻ ചന്ദ്രൻ്റെയും ആകാശത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളെയും തന്ന് ആമേൻ മനുഷ്യന് പാർക്കുവാൻ വേണ്ടി മനോഹരമായ ഭൂമിയെ സൃഷ്ടിച്ചു തന്ന ആ കർത്താവിനെ നമ്മൾ നോക്കിയിട്ട് പറയണം: പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ 24 മണിക്കൂർ ശ്വസിക്കുന്ന വായു ഓർത്താൽ ആ വായു ശ്വാസം അഥവാ ഓക്സിജൻ ഇതെല്ലാം ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ്. ശാരീരികമായി നിങ്ങൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ നിങ്ങൾ എത്രയോ ബലഹീനനായിരുന്നു. ആ ബലഹീനതയുടെ നടുവിൽ നിന്നും നിങ്ങളെ വിടുവിച്ച് കൊണ്ടുവന്നതോർത്താൽ ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. എന്തിന്? പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന്. ഹല്ലേലൂയ. രക്തം ചെയ്യി പകൽ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ജനിച്ച് ഒരു ശിശുവായി ഭൂമിയിൽ വീണപ്പോൾ അന്ന് നിങ്ങളുടെ ശൈശവ പ്രായത്തിൽ ആമേൻ നിങ്ങളെ പോറ്റി പുലർത്തുവാൻ ആമേൻ നിങ്ങൾക്ക് മാതാപിതാക്കളെ ഒരുക്കി. അവരുടെ ശിക്ഷണത്തിൽ ഹല്ലേലൂയ, അവരുടെ പരിപാലനത്തിൽ നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് വന്ന് അങ്ങനെ നിങ്ങൾ പിച്ച വെച്ച് നടക്കും തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെയും ദൈവം നിങ്ങളുടെ ഹല്ലേലൂയ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും തന്ന് നിങ്ങളെ പോറ്റി പുലർത്തിയതോർത്താൽ എത്രമാത്രം നാം ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും തന്ന് പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ നോക്കിയാട്ട് ആകാശത്തിൽ കോടാനുകോടി പക്ഷികൾ, പക്ഷിപറവജാതികൾ പറന്നു നടക്കുന്നുണ്ട്. ആമേൻ. ഭൂമിയിൽ നമ്മൾ നോക്കിയാൽ വനത്തിനും നാട്ടിനുമായി എത്രയോ ലക്ഷക്കണക്കിന് മൃഗങ്ങൾ ആമേൻ ഇര തേടി നടക്കുന്നു. കടലിലെ നോക്കിയാൽ എണ്ണിയാൽ അടങ്ങാത്ത മത്സ്യങ്ങൾ ആമേൻ സമുദ്രത്തിലൂടെ ആമേൻ ഓടിപ്പായി നടക്കുന്നു, അല്ലെങ്കിൽ പാഞ്ഞു നടക്കുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ വേണ്ടുന്നതെല്ലാം തന്ന് ആമേൻ അതിന്മേൽ വാഴുവാൻ നമുക്ക് അധികാരം തന്ന് ഈ ഭൂമിയിൽ നമ്മെ ആക്കി വെച്ച ദൈവത്തെ ഓർത്ത് ഹല്ലേലൂയ നിങ്ങൾ നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന്. എന്നെ കേൾക്കുന്ന മാതാവേ, എത്രയോ പ്രാവശ്യം നിങ്ങൾ മരണത്തോട് മല്ലടിച്ചിട്ടുണ്ട്. നിങ്ങൾ ശാരീരികമായി ബലഹീനനായി മാറിയിട്ടുണ്ട്. ആമേൻ. രോഗികൾ ആമേൻ അലിയ ആമേൻ ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ ഇതുമായ രോഗത്തിന് എത്തിരായിരിക്കുന്നവർ നിങ്ങൾ ദൈവത്തോട് പറയണം: മരണം എൻ്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ, ഞാൻ രോഗക്കിടക്കയിലായിരുന്നപ്പോൾ അങ്ങയുടെ അദൃശ്യമായ കരം നീട്ടി എന്നെ വിടുവിച്ച് സൗഖ്യം തന്ന് എൻ്റെ തരിയാണി ഉറപ്പിച്ച് നടക്കുവാൻ ഹല്ലേലൂയ എനിക്ക് ആരോഗ്യം തന്നത്, എനിക്ക് കരുത്ത് തന്നത് അങ്ങ് മാത്രമാണ് ദൈവമേ എന്ന് പറഞ്ഞല്ലേലൂയ. ആ പറഞ്ഞു തീരാത്ത ദാനത്തിന് നന്ദി പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് നല്ല ജോലി തന്ന്, ഹല്ലേലൂയ, നല്ല ശമ്പളം തന്ന് ആമീൻ, നിങ്ങൾക്ക് ആയുസ് തന്ന്, ആരോഗ്യം തന്ന്, കുടുംബം തന്ന്, കുടുംബജീവിതം തന്ന്, തലമുറകളെ തന്ന് നിങ്ങളെ പോറ്റി പുലർത്തുന്ന ദൈവത്തെ നിങ്ങൾ നന്ദിയോടെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് പാർക്കുവാൻ നല്ല വീടുകളുണ്ട്, നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ നല്ല വാഹനങ്ങളുണ്ട്. ആമേൻ. നിങ്ങൾക്ക് ഹല്ലേലൂയ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റൊരാളിൻ്റെ മുമ്പിൽ തലകുനിക്കാതെ നിൽപ്പാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ദൈവം നിനക്ക് തന്നിട്ടില്ലേ? നിന്റെ മക്കളെ ഉന്നതമായ നിലയിലേക്ക് ദൈവം ഉയർത്തിയില്ലേ? അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലേ? ഹല്ലേലൂയ. അവർക്ക് നല്ല ജീവിതം കൊടുത്തില്ലേ?
അതൊക്കെ ഓർക്കുമ്പോൾ നാം ദൈവത്തോട് പറയണം, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളുടെ നടുവിൽ ആത്മഹത്യക്ക് ശ്രമിച്ച എത്രയോ സന്ദർഭങ്ങൾ, നീ ജീവിതത്തിൽ കുടുംബത്തിൽ പരാജയപ്പെട്ടപ്പോൾ, ബിസിനസ് നിനക്ക് നഷ്ടമായി കഴിഞ്ഞപ്പോൾ, നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത എല്ലാ മേഖലകളിലും പരാജയം ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നപ്പോൾ, ആരും ഒരു കൈത്താങ്ങൽ തരുവാനില്ലാതെ നിനക്കത് സംഭവിക്കണമെന്നൊക്കെ പറഞ്ഞ് പലരും നിന്നെ മാറ്റി നിർത്തിയപ്പോൾ, ഹല്ലേലൂയ, നിന്റെ താഴ്ചയിൽ നിന്നെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ ഇന്നും മാനിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിനക്ക് പറയാൻ കഴിയുമോ? പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന്. ഹല്ലേലൂയ. അതെ, ദൈവത്തിൻ്റെ ദാനമാണ് നിങ്ങളുടെ ജീവിതം, ദൈവത്തിൻ്റെ ദാനമാണ് നിങ്ങളുടെ വീട്, ദൈവത്തിൻ്റെ ദാനമാണ് നിങ്ങളുടെ വാഹനം, ദൈവത്തിൻ്റെ ദാനമാണ് നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, ദൈവത്തിൻ്റെ ദാനമാണ് നിങ്ങൾ അനുഭവിക്കുന്ന സകല നന്മകളും. ഹല്ലേലൂയ. എല്ലാം ദൈവത്തിൻ്റെ ദാനമാകട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ഈ കടലിൽ ചില ചെറുവള്ളങ്ങൾ മത്സ്യബന്ധനത്തിനായി അവർ കഠിനാധ്വാനം മത്സ്യബന്ധനം ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ബോട്ടിൽ നിറച്ച നല്ല മത്സ്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് പറയുവാൻ കഴിയണം, അവർ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത കടലിലെ ആഴങ്ങളിൽ കിടക്കുന്ന മത്സ്യങ്ങൾ അവരുടെ വലകളിൽ നിറയ്ക്കുവാൻ ദൈവം അനുവദിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ഒന്നും കരുത്തോ കഴിവോ, നമ്മുടെ ഒന്നും ആരോഗ്യമോ, നമ്മുടെ ഒന്നും സ്വന്തം ബലം കൊണ്ടൊന്നും അല്ല നമ്മളൊന്നും നേടുന്നത്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഇന്നുവരെയും മനുഷ്യൻ്റെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിവുകൊണ്ടോ ഒന്നും നേടുവാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ പലവിധമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം പിന്നിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് ആരെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവത്തിൻ്റെ കരമാണ്. ഹല്ലേലൂയ. മനുഷ്യന് ദൈവം ജ്ഞാനം പകർന്നപ്പോൾ, ഞാൻ ആത്മാവിൽ നിറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഓരോരോ കാര്യങ്ങളിലേക്ക് അവൻ ഇടപെടുവാൻ തുടങ്ങി. അങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആമേൻ അല്ലിയ മനുഷ്യ ജീവിതത്തിൽ വെളിപ്പെട്ടു. അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന പിതാവേ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കുന്ന അവസരങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ പ്രകൃതിയെ നോക്കിയിട്ട് പറയണം, ദൈവമേ ഇതെല്ലാം അങ്ങയുടെ ദാനമാണ്, ഇതെല്ലാം അങ്ങയുടെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അല്ലേലി എനിക്ക് ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ ജീവിക്കുവാൻ, നടക്കുവാൻ, സന്തോഷിക്കുവാൻ എനിക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും അനുദിനമായി ഒരുക്കി തരുന്നത് എല്ലാം അങ്ങയുടെ ദാനമാണെന്ന് പറയുവാൻ കഴിയണം. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യം ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമല്ലാത്തതൊന്നുമില്ല. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം പറയാമോ? കർത്താവ് എല്ലാം അങ്ങയുടെ ദാനമാണ്. എൻ്റെ സ്വന്തം കഴിവോ ബുദ്ധിയൊന്നുമല്ല, അവിടുന്ന് നൽകിയതല്ല അതൊന്നും എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് കർത്താവേ, ഇന്ന് പകൽ സകലവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ, അവിടുത്തെ ഇഷ്ടം നിറവേറണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങളുള്ള സകല ജനത്തെയും ഇവിടുന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. പറഞ്ഞു തീരാത്ത ദാനം കൊടുത്ത് സകല മനുഷ്യനെയും അനുഗ്രഹിച്ച കർത്താവേ, സകല നന്മയാൽ ജനത്തെ നിറയ്ക്കണമേ, സകല മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.